പഠിപ്പിക്കാൻ എന്താ ക്ലീറ്റോ? പക്ഷെ ഒരു കാര്യമായിട്ട് എന്തായി? വരും. ഈ ഉണക്ക വടി കൊണ്ട് ഒന്നും ആവില്ല കേട്ടോ ക്ലീറ്റോ. വരുന്നവരുടെ കയ്യിൽ വല്ല മാരകായുധങ്ങളൊക്കെ ഉണ്ടെങ്കിലോ രണ്ടൊന്ന് പാർട്ടിക്കാരെ കൂടി വിളിക്കായിരുന്നു. വരണത് ആരാടി വരുന്നത്? നിന്റെ ആങ്ങളാ കോന്തൻ. അവൻ്റെ കയ്യിൽ കൂടിയാൽ സ്ക്രൂ ഡ്രൈവറേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു പുല്ലും ഉണ്ടാവില്ല. അവനെ നേരിടാനേ ഈ കമ്പൊന്നും വേണ്ട. എൻ്റെ മുദ്രാവാക്യം വിളിക്കണ ഈ കൈ മതി. അവനൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. വന്നിട്ട് വേണം അവനെ. അവൻ വരാറാകുമ്പോൾ വന്നിരുന്നാ പോരെ? പിന്നെ നിന്നെ വിളിച്ചറിയിച്ചിട്ടല്ലേ അവൻ വരുന്നത്. എടുക്കാൻ വരണം. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പോയിച്ചു. ഈ ഒരു കാര്യം ചെയ്യും, പോയാൽ ലൈറ്റ് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണാൻ പറ്റുമോ? എടി, ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവന് നമ്മളെ കാണാൻ പറ്റൂലേ? നമുക്ക് അവനെ കാണാനുള്ള ലൈറ്റ് പുറത്തുണ്ട്. നീ പറഞ്ഞത് ചെയ്യ്, പോയി ലൈറ്റ് ഓഫ് ചെയ്യും. ടോർച്ചെടുത്ത് കയ്യിൽ വെച്ചോ. ടോർച്ചെടുത്ത് കയ്യിൽ വെക്കാൻ. എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞ ഇത്ര നീ ഒന്ന് ഉറങ്ങിയിരിക്കടി. നിനക്കെന്താ വന്ന് പോയതിനു ശേഷം സിനിമയ്ക്ക് വല്ലതും പോകണം? ഞങ്ങളല്ലേ ഇനിയിപ്പോൾ തിന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങും. അയ്യോ, ഇവനുണ്ടല്ലോ പുതിയ ഉടുപ്പൊക്കെ എനിക്ക് മേടിച്ചോണ്ടിട്ട് എന്നെ അങ്ങ് പറ്റിക്കോ. ഇറങ്ങി വാടി കാണടി നിന്റെ കെട്ടിയോന്റെ തനി രൂപം. എന്തിനാടാ നീ എന്നോട് ഇങ്ങനെ ദ്രോഹം കാണിക്കുന്നത്? കനക, എടാ ഇടി കൊള്ളാതെ നീ എഴുന്നേറ്റ് ഒന്ന് കാണ്. എന്താ ഇതാരാ? എടാ ഉടുപ്പെടുക്കാൻ വന്നതാ? എന്റെ ക്ലീറ്റോന്റെ ജീവിതം നശിപ്പിക്കാൻ. അപ്പൊ നീയാണല്ലേ എന്റെ മുണ്ട് ഷർട്ട് ഇവിടെ സ്ഥിരമായിട്ട് എടുത്തോണ്ട് പോണേ? എന്തിനാണ് നീ എന്റെ മുണ്ട് ഷർട്ട് എടുത്തോണ്ട് പോണേ? ഇവിടെ നേതാവ് മീറ്റിംഗ് വന്നില്ലെങ്കിൽ ആ സ്ഥാനം എനിക്ക് കിട്ടുന്ന ഒരാളെ എന്നോട് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് നോക്കി ഇവൻ ഈ ഒരൊറ്റ ഉടുപ്പുള്ള ഇതെല്ലാം വേറെ ഉടുപ്പിട്ട് പോയാലോ മീറ്റിങ്ങിന്? അത് മാത്രമല്ല മീറ്റിങ്ങിന് തലേദിവസം കൃത്യമായിട്ട് തുണി കഴിയോട് നിലകാൻ അറിയാം. അതെല്ലാവർക്കും അറിയാം. തലേദിവസം രാത്രി കഴുകിയിട്ട് പിറ്റേന്ന് ചൂടോടെ ഇട്ടോണ്ട് വരുള്ളൂ എന്ന് അറിയാം. എങ്കിലേ നേതാവിന് ബുദ്ധി വർക്ക് ചെയ്തിട്ടുള്ളൂ. ബുദ്ധിമാനായ നേതാവിന് അതിനേക്കാൾ ബുദ്ധിമാനായ ശിഷ്യൻ. അടിപൊളി.